Hi everyone, welcome to our new session. Okay. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈഗോ ഡിഫൻസ് മെക്കാനിസത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയണ്ടാവും, ഗേറ്റ് എക്സാമിനായാലും നെറ്റിനായാലും അതുപോലെ തന്നെ സെറ്റ് എക്സാം ആയാലും PSC റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആയാലും ഈഗോ ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമുക്ക് വരാറുണ്ട്. അപ്പൊ അത്രയും റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത്. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം, ആരാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത്, അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം, അതിന്റെ ഓരോ എക്സാമ്പിൾസും, പിന്നെ എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നും ചോദിക്കാന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. അപ്പൊ ഈഗോ ഡിഫൻസ് മെക്കാനിസം കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. പിന്നെ അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ്, മേജർ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള അന്ന ഫ്രോയിഡും നൽകുകയുണ്ടായി. ഓക്കെ. എന്താണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം? അപ്പൊ ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ആണ്. അത് ആൾക്കാർ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അവരുടെ ആങ്സൈറ്റീനെ, ഇമോഷണൽ പെയിനിനെ, ഗിൽട്ടിനെ, ഇന്റേണൽ കോൺഫ്ലിക്ട്സിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ദാറ്റ് പീപ്പിൾ യൂസ് ടു പ്രൊട്ടക്ട് ഫ്രം ആങ്സൈറ്റി, ഇമോഷണൽ പെയിൻ, ഗിൽട്ട്, ഇന്റേണൽ കോൺഫ്ലിക്ട്സ്. അങ്ങനെയാണ് ഈ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഡെഫിനേഷൻ വരുന്നത്. അപ്പൊ അത് സിറ്റുവേഷൻ വൈസ് പറയുവാണെങ്കിൽ, ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, നമ്മൾ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നമ്മൾ ഇമോഷണലി അത്രയും ഹൈ ആയി പോകുന്ന, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പോലും പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അൺകോൺഷ്യസ് ആയിട്ട് ഒരു സൈക്കോളജിക്കലി നമ്മൾ ബിഹേവ് ചെയ്യും. ലൈക്ക് നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചില ഇമോഷൻസ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, അല്ലെ ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പം അതാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഞാൻ ഓരോ ടൈപ്പ് ഓഫ് ഈഗോ ഡിഫൻസ് മെക്കാനിസം അതിന്റെ എക്സാമ്പിളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു. അപ്പൊ നമുക്ക് ആ പെയിൻ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്, നമുക്ക് അവിടെ വെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കരഞ്ഞു തീർക്കാനും പറ്റുന്നില്ല. അപ്പൊ വാട്ട് വി വിൽ ഡു? ഓക്കെ. അപ്പൊ വന്ന ആൾക്കാരൊക്കെ കണ്ട് നമ്മൾ ഓടി നടന്ന് ഇതിന്റെ കാര്യങ്ങള്, മരണാനന്തര ചടങ്ങുകളൊക്കെ മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടും. അപ്പൊ നമ്മൾ ചിലപ്പോൾ നോക്കാറില്ല, ചില സമയത്ത് അവര് ഇമോഷണലി കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആയിട്ട് നിൽക്കും, കരേണ്ട സിറ്റുവേഷനിൽ ഇമോഷൻസ് ഒന്നും വരാതെ. അപ്പം ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരേണ്ട ഇമോഷൻസ് ആയിരിക്കില്ല നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ബിഹേവിയർ ആയിരിക്കില്ല നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെയുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ അപ്പൊ ഈ കറക്റ്റ് ഓർഡറിൽ പോകുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പറയാം. ഓക്കെ. അപ്പൊ അതില് ഫസ്റ്റ് വരുന്നത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈഗോ ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കുക: അട്രിബ്യൂട്ടിങ് വൺസ് ഓൺ അൺഅക്സെപ്റ്റബിൾ ഫീലിംഗ് ഓർ ഇമ്പൾസ് ടു സംവൺ എൽസ്. ഓക്കെ. അപ്പൊ അതിന് കൊടുത്തിരിക്കുന്ന എക്സാമ്പിളും അവിടെ നോക്കാം. അപ്പൊ നമുക്ക് ഒരാളെ ഇഷ്ടമില്ല, ഓക്കെ, പക്ഷെ നമ്മള് ചിലപ്പം ബാക്കിയുള്ളവരുടെ അടുത്ത് എന്തായിരിക്കും പറയാ, ആൾക്ക് എന്നെ ഇഷ്ടമില്ല, വേറെ ആൾക്കാർക്ക് അയാൾക്ക് എന്നെ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അവർ എൻ്റെ അടുത്ത് സംസാരിക്കാത്തത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഓക്കെ. അപ്പൊ അവിടെ നമുക്കും ഒരു ഡിസ്ലൈക്ക് ഉണ്ട് അവിടെ, പക്ഷെ നമ്മൾ അതിന്റെ റീസൺ അല്ലെങ്കിൽ അത് വേറൊരാളുടെ മുകളിൽ അട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ. അത് ഞാൻ നിങ്ങൾക്ക് പറ്റുന്ന വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ നമ്മൾ 2 നൈബേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതില് ഒരു നൈബർ ആയിട്ടുള്ള ആൾക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് എന്തോ വന്നു. അപ്പം ഇപ്പൊ എന്റെ വീടിനടുത്താണ് വിചാരിക്കുക, എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാനത് പ്രൊജക്ഷൻ കേസ് വരുന്ന സമയത്ത് ഐ സീ ലൈക്ക്, ഞാൻ പറയും
അവർക്ക് നമ്മൾ അവിടെ പോയി അവരെ കാണുന്നതൊന്നും ഇഷ്ടമില്ല, അവർക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ടാണ് ഞാൻ പോവാത്തതെന്ന്. ഓക്കെ, അപ്പൊ വി ആർ പ്രൊജക്ടിങ് അല്ലെങ്കിൽ വി ആർ അട്രിബ്യൂട്ടിങ് വൺസ് ഓൺ അൺഅക്സെപ്റ്റബിൾ ഫീലിംഗ് ഓർ ഇമ്പൾസ് ടു സമ്മൺ എൽസ്. അതാണ് അവിടെ ചെയ്യുന്നത് പ്രൊജക്ഷനിൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് രണ്ടാമതായിട്ട് അപ്പൊ ഈ പ്രൊജക്ഷനിൽ വേറൊരു എക്സാമ്പിൾ പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മള് വേറുള്ളവരെ ജഡ്ജ് ചെയ്യാം, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം ഇതില്, അല്ലെങ്കിൽ അക്യൂസ് ചെയ്യുക, നമ്മുടെ ഫോൾട്ടിന് വേറെ ആൾക്കാരെ അക്യൂസ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഈ ഒരു പ്രൊജക്ഷന്റെ അണ്ടറിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ റീഡയറക്റ്റിംഗ് ആൻ ഇമോഷണൽ റിയാക്ഷൻ ഫ്രം ഇറ്റ്സ് ട്രൂ സോഴ്സ് ടു സേഫർ ടാർഗറ്റ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാറില്ലേ? അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഇമോഷണൽ റിയാക്ഷൻ റീഡയറക്റ്റ് ചെയ്യാണ് ഒരു സേഫർ ടാർഗറ്റിലേക്ക്. അപ്പൊ ആ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഒക്കെ ആവാം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓഫീസിൽ നമ്മൾ ബോസുമായിട്ട് ഭയങ്കര ഫൈറ്റ്. ഓക്കെ, അപ്പൊ ബോസ് നമ്മൾ ഒരുപാട് വഴക്ക് പറഞ്ഞു, നമുക്ക് അവരുടെ അടുത്ത് രണ്ടെണ്ണം പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ അപ്പൊ അവരെ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ പറയാനുള്ള ഒരു സാഹചര്യമല്ല നമുക്കുള്ളത്. അവർ ജോബിൽ നിന്ന് പുറത്താക്കും, അങ്ങനെ കുറെ ആഫ്റ്റർ ഇഫക്റ്റും കോൺസിക്വൻസസ് ഒക്കെ ഉണ്ട്. അപ്പം വാട്ട് വി വിൽ ഡു, നമുക്ക് ആ ദേഷ്യം ഉണ്ടാവും, ഇയാളുടെ അടുത്ത് പ്രകടിപ്പിക്കാൻ വേണ്ടി പറ്റിയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഭാര്യ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോഴത്തേനും അപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് ചാടി കടിച്ച് കീറി ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് അങ്ങനെ കാണിക്കും. അപ്പം അതാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഇമോഷണൽ റിയാക്ഷൻ വേറൊരു സേഫർ ടാർഗറ്റിന്റെ മുകളിലേക്ക് നമ്മൾ മാറ്റും. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചില ആൾക്കാരൊക്കെ ദേഷ്യം വരുന്ന സമയത്ത് മതിലിന് മുകളിൽ, ചുമരിന് മുകളിൽ പുഷ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പില്ലോടെ മുകളിൽ പുഷ് ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ ഡിസ്പ്ലേസ്മെന്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതൊരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സേഫർ ടാർഗറ്റ് ആവാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റാഷണലൈസേഷനിൽ വരുന്നത് യു സീ ഹിയർ ജസ്റ്റിഫൈങ് എ തോട്ട് ഓർ ആൻ ആക്ഷൻ വിത്ത് ലോജിക്കൽ സൗണ്ടിങ് ബട്ട് സെൽഫ് സെർവിങ് ആയിട്ടുള്ള റീസൺസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു എക്സാമില് ഫെയിൽ ആയി വിചാരിക്കാം. അപ്പൊ ആ ഫെയിൽ ആയി എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഫെയിൽ ആയി എന്നുള്ളത്. പക്ഷെ നമ്മൾ പറയും എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു, ഫെയർ ആയിട്ടൊന്നുമല്ല കണ്ടക്ട് ചെയ്തതെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ പറയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി, കുറെ പേർക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയതെന്ന് പറയും. അങ്ങനെ നമുക്ക് പല രീതിയിൽ ആ ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ അനദർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പുറത്ത് കൺട്രീസിൽ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്നില്ല. ആൻഡ് ഫൈനലി വി റിയലൈസ്ഡ് ദാറ്റ് ഇതിപ്പോ എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല എന്ന്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ആ ഇമോഷൻ നമ്മളെ കൊണ്ട് ഇത് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വിൽ സീ ദാറ്റ് ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ബിക്കോസ് നമ്മളിപ്പോ പുറത്തു പോയി കഴിഞ്ഞാലും വലിയൊരു ലൈഫ് ചേഞ്ച് ഒന്നുമില്ല, എനിക്ക് നാടും വീടും ഈ ഹരിതാപയും പച്ചപ്പൊക്കെയാണ് ഇഷ്ടം എന്ന് പറയുന്നതാണ് ഈ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറെ എക്സാമിന്റെ കേസ് തന്നെ എടുക്കുക. അപ്പൊ ബാങ്ക് എക്സാം കുറെ പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് ഫെയിൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പൊ അയാൾ പറയാണ് ഞാനത് വേണ്ടാന്ന് വെച്ചിട്ടു, കാരണം അപ്പൊ ബാങ്ക് എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പുറത്തു പോയിട്ടായിരിക്കും നിൽക്കേണ്ടി വരിക, ഫാമിലി ലൈഫ് ഉണ്ടാവില്ല, ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പൊ നമ്മൾ നമ്മളെ ഫെയിലിയറിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ റീസണബിൾ ആയിട്ടുള്ള ഒരു ആൻസർ കൊടുക്കും, അല്ലെങ്കിൽ ഒരു സെൽഫ് സെർവിങ് ആയിട്ടുള്ള റീസൺസ് കൊടുക്കും. പക്ഷെ ഈ റീസൺസ് എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും, പക്ഷെ ഗുഡ് റീസൺസ് ആയിരിക്കും. അതാണ് ഈ റാഷണലൈസേഷന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതുമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട വേറൊരു ടേമും കൂടെ ഉണ്ട്, അതാണ് ഡെനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഡെനിയൽ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്യൂസിങ് ടു അക്സെപ്റ്റ് എ പെയിൻഫുൾ റിയാലിറ്റി ഡിസ്പൈറ്റ് ഓഫ് ക്ലിയർ എവിഡൻസ്. ഓക്കെ, ഈ എക്സാമിൽ തോറ്റ കാര്യം തന്നെ, ഫെയിൽ ആയിട്ടുള്ള കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ എക്സാമിൽ ഞാൻ തോറ്റോ, ഞാനത് അക്സെപ്റ്റ് ചെയ്യൂല, ആ റിസൾട്ട് തെറ്റാണ്. ഓക്കെ, സോ ആ ഒരു ഫാക്റ്റിനെ പോലും ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല, ആ ഒരു റിയാലിറ്റീനെ പോലും ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
തയ്യാറാകുന്നില്ല. അപ്പൊ അതിനെയാണ് ഡെനിയൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡെനിയൽ ആൻഡ് റാഷണലൈസേഷൻ യു ക്യാൻ കമ്പയർ ആൻഡ് സ്റ്റഡി. ഓക്കെ, റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് റീസണബിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കും. ഡെനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കംപ്ലീറ്റ്ലി ആ ഒരു ഇവന്റിനെ തന്നെ അവിടെ സപ്രസ് ചെയ്യും. വിൽ സീ ദാറ്റ് അങ്ങനെ ഒരു സംഭവമേ നടക്കാൻ സാധ്യതയില്ല, ഞാൻ നന്നായിട്ട് എഴുതിയതാണ്, ഞാൻ ഫെയിൽ ആവാൻ ഒരു സാധ്യതയില്ല, ആൻസർ കീ തെറ്റായിരിക്കും, അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ അതാണ് ഡെനിയലിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി വരുന്നതാണ് നിങ്ങൾക്ക് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ സബ്ലിമേഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആദ്യം നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ചാനലിംഗ് ആൻ അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസ് ഇൻ ടു എ സോഷ്യലി വാല്യൂഡ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജോസഫ് അന്നംകുട്ടി ജോർജിനെ അറിയില്ലേ? അപ്പൊ അവര് പറയുന്ന ഒരു മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ചില ആൾക്കാര് അവരുടെ ബ്രേക്കപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പൊ ഈ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താ പറയുക, നൈറ്റ്സ് അവർ കണ്ടിന്യൂസ്ലി കരയുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് പോയട്രി എഴുതും, അല്ലെങ്കിൽ ഇവര് ചില കവിതകൾ എഴുതും, കഥകൾ എഴുതും. ആ ഇമോഷൻസിനെ മൊത്തം അവർ വേർഡ്സ് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അപ്പൊ അവിടെ കറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസ് ആണ്. പക്ഷെ അത് സോഷ്യലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറ്റും. അതിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഏർജ് ഉള്ള ആൾക്കാര് ഇപ്പം ബോക്സിംഗിലൊക്കെ ആ ഒരു അഗ്രസീവ്നെസ് കാണിക്കുന്നതെല്ലാം സബ്ലിമേഷന്റെ അണ്ടറിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ബിഹേവിയർ ആണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ആ ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് കോമ്പൻസേഷൻ. ഈ കോമ്പൻസേഷനിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ, ഓവർ അച്ചീവിങ് ഇൻ വൺ ഡൊമൈൻ ടു ഓഫ്സെറ്റ് എ പെർസ്യൂഡ് വീക്ക്നെസ് ഇൻ അനദർ ഡൊമൈൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കുട്ടി അക്കാഡമിക്കലി വീക്ക് ആണ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അക്കാഡമിക്കലി വീക്ക് ആണെങ്കിൽ ആ കുട്ടി അത് പെർസ്യൂ ചെയ്യുന്നുണ്ട്, ആ ഒരു ഇമോഷൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവര് സ്പോർട്സിൽ നന്നായിട്ട് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ആർട്സിൽ നന്നായിട്ട് അച്ചീവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോമ്പൻസേഷൻ ഈഗോ ഡിഫൻസ് മെക്കാനിസം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഇന്റലക്ച്വലൈസേഷൻ. അപ്പൊ ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫോക്കസിങ് ഓൺ അബ്സ്ട്രാക്ട് ക്ലിനിക്കൽ ഫാക്ട് ടു ഡിസ്റ്റൻസ് വൺ സെൽഫ് ഫ്രം ഇമോഷണൽ ഡിസ്ട്രെസ്. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ക്യാൻസർ പേഷ്യന്റ് അവർക്ക് പെയിൻ ഉണ്ട്, ലൈക്ക് ഇപ്പൊ അത് കുറച്ച് ലേറ്റർ സ്റ്റേജിലൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവര് റിക്കവർ ആവുന്നുള്ള ഒരു ചാൻസസ് ഒന്നും കാണുന്നില്ല. അപ്പൊ ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് അത് ഇമോഷണലി ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വാട്ട് ദീസ് പീപ്പിൾ വിൽ ഡു ഈസ് ഇന്റലക്ച്വലൈസേഷൻ ചെയ്യും. അവരത് കുറച്ചുകൂടെ ക്ലിനിക്കൽ ടേംസും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ ആക്കിയിട്ട് മാറ്റും. ഓക്കെ, അപ്പം അവർക്ക് ഉണ്ടാവുന്ന ഇമോഷണൽ ഡിസ്ട്രെസ്സിന് ക്ലിനിക്കൽ ഫാക്ട് വെച്ചിട്ട് ഇവർ നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതാണ് ഇന്റലക്ച്വലൈസേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ളത് റിയാക്ഷൻ ഫോർമേഷൻ ആണ്. റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും, അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഉള്ള സാധനമായിരിക്കും നമ്മൾ പുറമെ കാണിക്കുന്നുണ്ടാവും. ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളുടെ അടുത്ത് ഭയങ്കര ദേഷ്യം ഉണ്ടോ എന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് നല്ല പുറമെ ചിരിച്ച് കളിച്ച് നിൽക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റിയാക്ഷൻ ഫോർമേഷൻ. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുന്ന സമയത്ത് റിയാക്ഷൻ ഫോർമേഷന് വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാള് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ് വിചാരിക്കാം. അപ്പം വി നോ ദാറ്റ് അവർ ഭയങ്കര ബോൾഡ് ആണ്, പക്ഷെ നമ്മുടെ മനസ്സിൽ അവരെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക ഏത് രീതിയിലായിരിക്കും, അവരൊന്നും അല്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനെയാണ് ഈ ചില ബുള്ളിങ്, കളിയാക്കലുകൾ, ഇതൊക്കെ റിയാക്ഷൻ ഫോർമേഷന്റെ തന്നെ ഒരു ഫോമാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ റിയാക്ഷൻ ഫോർമേഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള
ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്, അല്ലെങ്കിൽ ഈഗോ ഡിഫൻസ് മെക്കാനിസം ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺകോൺഷ്യസ്ലി പുഷിങ് ഡിസ്ട്രസിങ് തോട്ട്സ് ഓഫ് മെമ്മറീസ് ഔട്ട് ഓഫ് അവയർനെസ്. ഓക്കെ, അതിന് എക്സാമ്പിൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചില മെമ്മറീസ് അല്ലെങ്കിൽ ചില ഓർമ്മകളൊക്കെ നമ്മൾ അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ പുഷ് ചെയ്യും. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഷ്യസ്, സബ് കോൺഷ്യസ് ഓർ പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പൊ ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ളത് വി ആർ നോട്ട് അറ്റ് ഓൾ അവെയർ ഓഫ് ദാറ്റ്. അപ്പൊ അതെന്താ ചെയ്യുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പം ഒരു കുട്ടിക്ക് ഒരു 6-7 വയസ്സാവുന്ന സമയത്ത് ഒരു ആക്സിഡന്റ് നടന്നു. ആക്സിഡന്റ് എങ്ങനെ നടന്നു വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർ പോകുന്ന വെഹിക്കിളിന് മുന്നിൽ ഒരു ലോറി വന്നിട്ട് ഹിറ്റ് ചെയ്യാണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ ആ ഒരു മെമ്മറി കംപ്ലീറ്റ് ആയിട്ട് കുട്ടി മറന്നുപോകും. ആ ഒരു ഇൻസിഡന്റ് കംപ്ലീറ്റ് ആയിട്ട് കുട്ടി മറന്നുപോകും. ബിക്കോസ് ദാറ്റ് ഇസ് എ ട്രൊമാറ്റിക് ഇൻസിഡന്റ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു 6 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അത്യാവശ്യം എവിഡന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി വളർന്നു വരുന്ന സമയത്ത് ഈ ഇൻസിഡൻസിനെ പറ്റിയിട്ടൊന്നും വലിയ ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ കുട്ടിക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ലോറി കാണുന്ന സമയത്ത് ഒരു ഫിയർ അല്ലെങ്കിൽ അവര് ഭയങ്കര അപ്സെറ്റ് ആകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പം ദാറ്റ് കംസ് അണ്ടർ ദ റിപ്രഷൻ. ഓക്കെ, അപ്പം എ പേഴ്സൺ ഹാസ് നോ കോൺഷ്യസ് മെമ്മറി ഓഫ് എ ഫ്രൈറ്റനിങ് ചൈൽഡ്ഹുഡ് ഇൻസിഡന്റ്. ഓക്കെ, പക്ഷെ അത് കറന്റ് ഇതിൽ നോക്കുന്ന സമയത്ത് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അവിടെ വിസിബിൾ ആയിരിക്കും. അപ്പൊ അതാണ് ഈ റിപ്രഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ടേമാണ്. ഒന്ന് ഐഡന്റിഫിക്കേഷനും അനദർ വൺ ഇസ് റിഗ്രഷനും. ഓക്കെ, അപ്പൊ ഈ റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ റിവേർട്ടിംഗ് ടു ബിഹേവിയർ ടിപ്പിക്കൽ ഓഫ് ആൻ ഏർലിയർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് അണ്ടർ സ്ട്രെസ്. അപ്പൊ അത് റിഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം ചില അഡൽട്ടുകൾ ഇപ്പൊ നമ്മള് പിണങ്ങിയിരിക്കുക, ഒരു ആർഗ്യുമെന്റിൽ നമ്മൾ ഫെയിൽ ആവുന്ന സമയത്ത് പിണങ്ങിയിരിക്കുകയൊക്കെ ചെയ്യൂല. അപ്പൊ അതൊക്കെ ഈ റിഗ്രഷനിൽ വരുന്നതാണ്. നമ്മൾ ഈ പിണങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ചൈൽഡിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏർലി ഡെവലപ്മെന്റ് സ്റ്റേജിൽ കാണിക്കുന്ന ഒരു ടിപ്പിക്കൽ ബിഹേവിയർ ആണ്. അപ്പൊ ആ ഒരു ബിഹേവിയറിലേക്ക് ഇവർ മാറുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിഗ്രഷൻ. ആ ഒരു ഈഗോ ഡിഫൻസ് മെക്കാനിസം ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ വേറെ എന്ന് പറയുന്നത് ഇതുമായിട്ട് കോൺഫ്ലിക്ട് ചെയ്ത് വരുന്ന ഒന്നാണ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രോജക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രോജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ആളുടെ പേഴ്സണാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക, അത് ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രോജക്ഷൻ എന്ന് പറഞ്ഞൊരു ടേം നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചാൽ മതി. അതും ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ടോട്ടലി 11 ഡിഫൻസ് മെക്കാനിസംസ് ആണ് പഠിച്ചത്. നമുക്കൊന്ന് വേഗം ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതിനുശേഷം എവിടെ നിന്നൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ എന്താണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം? ആരാണ് ഇത് കൊണ്ടുവന്നത്? ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആൻഡ് അലോങ് വിത്ത് ഹിം അന്ന ഫ്രോയിഡും കൂടെ ഇതിലേക്ക് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. മേജർ പോർഷനും അന്ന ഫ്രോയിഡ്സ് ആണ് കൊടുത്തത്. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടാണ് സൈക്കോളജിക്കൽ അൺകോൺഷ്യസ് സ്ട്രാറ്റജീസ് ആണ്. അതെന്തിനാണ്? ടു പ്രൊട്ടക്ട് അവർ സെൽഫ് ഫ്രം ആങ്സൈറ്റി, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് എന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രാറ്റജി ആണത്. ഇപ്പൊ റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അൺകോൺഷ്യസ്ലി നമ്മളൊരു ഡ്രമാറ്റിക് ഇൻസിഡന്റ്, ട്രോമാറ്റിക് ഇൻസിഡന്റ്, മെമ്മറി ഒക്കെ ഔട്ട് ഓഫ് അവയർനെസ്സിലേക്ക് മാറ്റുക അല്ലെങ്കിൽ അൺകോൺഷ്യസ് സ്റ്റേജിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡെനിയൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റെഫ്യൂസ് ചെയ്യും ഒരു പെയിൻഫുൾ റിയാലിറ്റിനെ. ഇപ്പൊ എക്സാമില് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ഫെയിൽ ആവാൻ ചാൻസ് ഇല്ല, ഞാൻ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്, സോ മേ ബി റിസൾട്ടിൽ മിസ്റ്റേക്ക് വന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് പ്രൊജക്ഷൻ. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ വേറൊരാളുടെ മേളിൽ അട്രിബ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ വിൽ സീ ദാറ്റ് അയാൾക്ക് എന്നോടാണ് ദേഷ്യം എന്ന് പറയാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് അത് നിങ്ങൾക്ക് ഒരൊറ്റ വേർഡിൽ അറിയായിരിക്കും. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പഴഞ്ചൊല്ലില്ലേ, അപ്പൊ അതാണ് ഈ ഡിസ്പ്ലേസ്മെന്റിൽ വരുന്നത്. നമ്മൾ കുറച്ചുകൂടെ സേഫർ ടാർഗറ്റിന്റെ മുകളിലായിരിക്കും നമ്മുടെ ഇമോഷൻസ് പോർ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, പിന്നെ വരുന്നതാണ് റാഷണലൈസേഷൻ. റാഷണലൈസേഷനിൽ ഒരു ജസ്റ്റിഫൈങ് ആയിട്ടുള്ള തോട്ട് ഉണ്ടായിരിക്കും. എക്സാമിൽ തോറ്റു, ഓക്കെ,
പക്ഷെ അതിന് ജസ്റ്റിഫൈങ് റീസൺസ് നമ്മൾ കണ്ടുപിടിക്കും. ആ റീസൺസ് ഫാൾസ് ആണ്, പക്ഷെ ഗുഡ് റീസൺസ് ആയിരിക്കും. ഓക്കെ, പിന്നെ വരുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് ബിഹേവിയേഴ്സ് നമ്മൾ എക്സിബിറ്റ് ചെയ്യും. ഒരു നമുക്ക് അക്സെപ്റ്റബിൾ ആവാത്ത ഒരു സിറ്റുവേഷനിൽ ഏർലി ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ബിഹേവിയർ, ലൈക്ക് സൾക്കിങ് എന്ന് പറഞ്ഞാൽ എനിക്കാണ് പിണങ്ങിയിരിക്കുക, അങ്ങനെയുള്ള ബിഹേവിയർ ഒക്കെ കാണിക്കും. നെക്സ്റ്റ് വൺ ഈസ് റിയാക്ഷൻ ഫോർമേഷൻ. നമ്മുടെ ഫീലിങ്ങിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഉള്ള ഫീലിംഗ് കാണിക്കും. ഇതിന് വേറൊരു എക്സാമ്പിൾ കൂടെ പറയാം കേട്ടോ. അപ്പൊ ചിലപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ദേഷ്യം കാണിക്കാറില്ലേ? ഇപ്പം ഒരു അഫെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതെങ്ങനെ ചില ആൾക്കാർ എങ്ങനെ അതിന്റെ ഹിന്റ് കൊടുക്കുക? ഒരു കുട്ടിയുടെ അടുത്ത് മാത്രം, ഒരു ഗേൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് മാത്രം ദേഷ്യം കാണിച്ചുകൊണ്ട് ഹിന്റ് കൊടുക്കും. ആക്ച്വൽ ഫീലിംഗ് എന്താ? അവരുടെ അടുത്ത് ഇഷ്ടമാണ്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ സിബ്ലിങ്സ് ഫൈറ്റ് ചെയ്യണത്. ഓക്കെ, സിബ്ലിങ്സ് യൂഷ്വലി അവർ ഫൈറ്റ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്യും, ബട്ട് ഇൻസൈഡ് ഓഫ് ദം ബോത്ത് ഓഫ് ഏർലി സ്റ്റേജസിലൊക്കെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഫെക്ഷൻ ഉണ്ടാവില്ലേ? ഓക്കെ, പിന്നെ സബ്ലിമേഷൻ എന്ന് പറഞ്ഞത്, ഞാൻ ജോസഫ് അണ്ണൻകുട്ടി ജോർജിന്റെ എക്സാമ്പിൾ എടുക്കുക. നമ്മൾ ബ്രേക്കപ്പ് അങ്ങനെയുള്ള പെയിൻഫുൾ ഇവന്റ് ഒക്കെ നമ്മൾ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് മാറ്റാം. ഇന്റലക്ച്വലൈസേഷൻ, നിങ്ങൾ ക്യാൻസർ പേഷ്യൻസിനെ അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ്, ഡിസീസിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ അതിനെ ഇന്റലക്ച്വൽ ആയിട്ട് നോക്കിക്കണ്ട് മുന്നോട്ട് പോകുന്നത്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫീൽഡിൽ നമ്മൾ അത്ര ഡൊമിനന്റ് ആയിരിക്കൂല, പക്ഷെ വേറൊരു ഡൊമൈനിൽ നമ്മൾ അടിപൊളിയായിരിക്കും. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാത്ത ഒന്നാണ് ഐഡന്റിഫിക്കേഷനും ഇൻട്രോജക്ഷനും. ഇൻട്രോജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേഴ്സണാലിറ്റീനെ നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. ലൈക്ക് നമുക്ക് ടീച്ചേഴ്സിന്റെ പേഴ്സണാലിറ്റി ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ വരും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ ഡെനിയലും റാഷണലൈസേഷനും നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക, റിഗ്രഷനും അതുപോലെ തന്നെ ഐഡന്റിഫിക്കേഷനും നിങ്ങൾ ഒരുമിച്ച് പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇത് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസാ വരുന്നത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് വരാം. അതുപോലെ തന്നെ ഇതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇത് ഏത് ഈഗോ ഡിഫൻസ് മെക്കാനിസം ആണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന് എക്സാമ്പിൾ തന്നിട്ട് ഏത് ഡിഫൻസ് മെക്കാനിസം ആണെന്ന് ചോദിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ വരിക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടത്, ഈ റിഗ്രഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യും. യൂഷ്വലി സൈക്കോളജിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ചില ടൈമിൽ നമുക്ക് ക്ലയന്റ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് അവരുടെ ഇന്റേണൽ ഇമോഷൻസ് കംപ്ലീറ്റ്ലി അവർ പറയുന്നത് ട്രൂ ആണോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുണ്ടാവില്ല. ഓക്കെ, സോ വിൽ സേ ദാറ്റ് യു ക്യാൻ സേ 10 വേർഡ്സ്, ഏതെങ്കിലും ഒരു 10 വേർഡ്സ് പറഞ്ഞോ, പെട്ടെന്നൊന്ന് പറയും. ഓക്കെ, അപ്പൊ അവർ പറയുന്ന ആ 10 വേർഡ്സിൽ ഏതെങ്കിലും ഒന്ന് അവരുടെ അൺകോൺഷ്യസ് മെമ്മറി അല്ലെങ്കിൽ മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ റിപ്രഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് എക്സാമിന് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വാട്സപ്പിൽ ഡിസ്കസ് ചെയ്യും. ഞാൻ അതിന്റെ വീഡിയോസും യൂട്യൂബിൽ ഇടാം. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്തവര് ഞാൻ അതിന്റെ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ആയിക്കോളും. ഓക്കെ.